ഇന്ന് നമുക്ക് ചേമ്പും താള് വെച്ച് കറി വെക്കാം കേട്ടോ. ചേമ്പുണ്ടല്ലോ, കുറച്ച് താളെടുത്തിട്ട് നല്ല രീതിയിൽ കഴുകി എടുത്തിട്ട് അരിഞ്ഞെടുത്തേക്കണേനെ. എന്നിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും കുറച്ചും കൂടി ഉള്ളതുകൊണ്ട് അത് താഴാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് താഴണനുസരിച്ച് താളിട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കറൊന്ന് അടച്ച് വെക്കാം. 2-3 വിസിലടിച്ച് കഴിയുമ്പോൾ താള് വേകും കേട്ടോ. എന്നിട്ട് നമുക്കത് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഊറ്റണമെങ്കിൽ ഊറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചൊറിയൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കോലുകപ്പ് എണ്ണ, അതിനകത്തേക്ക് കുറച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കുക നമുക്ക്. പിന്നെ അതിനകത്തേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് 2 വിസിലടുപ്പിച്ചെടുക്കുക. പിന്നെ വേണ്ടത് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ടും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആ വെള്ളം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ചാള ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ വേണ്ടത് നമുക്കൊരു 3 മുറി തേങ്ങോളം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഇത്തിരി ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ അതിനകത്തേക്ക് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ഗോതമ്പൊടിയാണ്. അത് നല്ലപോലെ നമുക്ക് കുഴച്ച് ഉരുളകളാക്കി എടുക്കുക കേട്ടോ. ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് പരിപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉരുളകളാക്കി വെച്ചിരിക്കുന്ന ഉണ്ട കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊരു 2 വിസിൽ അടുപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിനി വേണ്ടത് എന്താണെന്നറിയാമോ, നമുക്ക് ചാളയുണ്ടല്ലോ, ചാളയുടെ മുള്ളെല്ലാം കളഞ്ഞ് അത് നമുക്ക് അതിൻ്റെ മാംസം മാത്രം എടുക്കുക. പിന്നെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കുക. പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളിയും വേപ്പിലയാണ് കേട്ടോ. അത് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോന്നും റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. ചാളപ്പീര് ഇട്ട് കൊടുക്കുക, താളിട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും ചെമ്മീനും ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുക. പരിപ്പും ആ ഉണ്ടയുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ കുഴക്കുക. എന്നിട്ട് ഇത്തിനും കൂടി ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്നാ, ഒരു കളറ് വേണ്ടേ, ശരിയായിട്ട് കളറായില്ല, അപ്പോൾ ഇത്തിനും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ കുഴച്ച് നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കത് വാങ്ങി വെക്കാവുന്നതാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ